ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം TVS ഷോറൂമിലാണ്. നമുക്ക് അകത്തേക്ക് പോകാം. ഷോറൂമിൻ്റെ അകത്തേക്ക് തന്നെ നല്ല ആമ്പിളായിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡ് നമ്മൾ സ്കൂട്ടർ സെക്ഷനും അതുപോലെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ബൈക്ക് സെക്ഷനുമാണ് വന്നിരിക്കുന്നത്. സൂപ്പർ ബൈക്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സൈഡിൽ കാണാം. ഇപ്പോൾ ഡെലിവറി ആയിട്ട് രണ്ട് വണ്ടി TVS iQube ഇവിടെ കിടപ്പുണ്ട്. നടുക്കായിട്ട് നമുക്ക് ന്യൂലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ജൂപ്പിറ്റർ 125 കാണാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഓണത്തിന് ഇവർ കൊടുക്കുന്നുണ്ട്. അതിനാണ് ഗിഫ്റ്റും കാര്യങ്ങളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. 2000 രൂപയുടെ ആക്സസറീസ് നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓണത്തിനോട് ബന്ധിച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 1 ഇയറിലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലേബർ ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് അഷ്വേർഡ് ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് അഷ്വേർഡ് ആയിട്ടില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഷ്വേർഡ് 1 ഗിഫ്റ്റും. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ജൂപ്പിറ്റർ 125 110 എൻടോർക്കും കാണാം. ഈ സൈഡിലായിട്ട് നമുക്ക് സൂപ്പർ ബൈക്സിൻ്റെ ആക്സസറീസും അപ്പാച്ചി റൈഡർ കമ്പ്യൂട്ടർ ബൈക്സ് എല്ലാം നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് രണ്ട് സെക്ഷനായിട്ട് ചെയ്യാനാണ്. ഫസ്റ്റ് സെക്ഷന് നമ്മൾ മെയിനായിട്ട് സ്കൂട്ടർ സെഗ്മെൻറ്റ്, സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ബൈക്ക് സെക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ സ്കൂട്ടർ സെഗ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ന്യൂലി ലോഞ്ച് ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ് 110cc. അത്യാവശ്യം ആൾക്കാരെ നല്ല രീതിയിൽ വാങ്ങിക്കുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൈസിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു 110cc സ്കൂട്ടർ എന്നാണ് ഈ വണ്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് വണ്ടിക്ക് വരുന്നത് 4 വേരിയൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബേസ് വേരിയൻ്റ് ആണ്. ഈ ചുമല കളറുള്ള റെഡ് കളറുള്ള വണ്ടി ബേസ് വേരിയൻ്റ് ആണ്. ഇത് വരുന്നത് ഡ്രമ്മാണ്. എല്ലാം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. പിന്നെ LED നമുക്ക് LED വരുന്നുണ്ട്. ഹെഡ് ലാംപ്സ് DRLും കാര്യങ്ങളൊന്നും വരില്ല. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഇവിടെ വരുന്നു രണ്ട് സൈഡിലായിട്ട്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിക്ക് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ആക്സസറീസ് 1,06,000 രൂപയാണ്. 1,06,000 രൂപ. ഇനി അടുത്ത ഈ ഡ്രം വിത്ത് അലോയ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഡ്രം ബ്രേക്സ് ഉള്ള വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് അലോയ് ഉള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് വരുവാണെങ്കിൽ 1,11,000 രൂപയായിരുന്നു ഓൺ റോഡ് വരിക. ഇനി അടുത്ത വേരിയൻറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഡ്രം അലോയ് പ്ലസ് ബ്ലൂടൂത്ത്, അത് ഡ്രം അലോയ് പ്ലസ് ബ്ലൂടൂത്ത്, അതിന് 1,16,000 രൂപയാണ് വരുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഫീച്ചേഴ്സാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 1,20,000 രൂപയാണ് വരുന്നത്. ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിന് വരുമ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് വരുന്നുണ്ട്. അതുപോലെ DRലെല്ലാം ട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്യൂവൽ ഇൻഡിക്കേഷനും അതുപോലെ ബ്ലൂടൂത്ത് കണക്ഷനും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് സ്പീഡോമീറ്റേഴ്സ് എല്ലാം ഉണ്ട്. ഡിജിറ്റലിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് LED DRL വരുന്നത്. ബാക്കിലും അതുപോലെ LED DRL തന്നെ വരുന്നുണ്ട്. കണക്റ്റഡ് ആയിട്ടുള്ള കാറിലൊക്കെ ഉള്ള പോലത്തെ. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 1,06,000 തൊട്ട് 1,20,000 വരെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുന്നത്. ബേസ് മോഡലും അതുപോലെ ടോപ്പ് ആൻഡ് മോഡലുമാണ്. ടോപ്പ് ആൻഡ് മോഡൽ ഇപ്പം മേടിക്കാനായിട്ട് ഇതിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് കിട്ടുകയില്ല. ഡിസ്പ്ലേക്ക് ആ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 1,16,000 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻടോർക്ക് അല്ലേ. എൻടോർക്ക് നമുക്ക് യൂത്ത്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് വണ്ടി തന്നെയാണ് എൻടോർക്ക്. ഇതിൻ്റെ ഒരു ശ്രേണി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. എൻടോർക്ക് ബേസ് മോഡൽ വരുന്നത് ഈ മോഡലാണ്. രണ്ട് രീതിയിലാണ് നമുക്ക് കളർ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബേസ് ഓപ്ഷനിൽ നമുക്ക് വരിക 1,20,000 ഓൺ റോഡ് വിത്തൗട്ട് ആക്സറീസ് ആണ് ഞാൻ പറയുന്നത്. 1,20,000. അത് നമുക്ക് ഹസാർഡ് സ്വിച്ചും ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതിന് നമുക്ക് വരുന്നത്. ബേസ് മോഡലിൽ തന്നെ നമുക്ക് നേരത്തെ ഒരു സാധാ ബൾബിൻ്റെ ഒരു ഓപ്ഷനായിരുന്നു വന്നിരുന്നത് ബേസ് മോഡലിൽ. ഇപ്പം നമുക്കതൊക്കെ മാറ്റി LED DRലും അതുപോലെ LED ഹെഡ്ലൈറ്റ്സും എല്ലാം നമുക്ക് ഈ മോഡലിൽ വരുന്നുണ്ട്. ബേസ് ഓപ്ഷൻ 1,20,000 നമുക്ക് ബേസ് മോഡൽ വിത്തൗട്ട് ആക്സറീസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു കളർ.
ഇനി അതിൻ്റെ അടുത്ത മോഡലിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ വരുന്നു ഒരു ഓപ്ഷനാണ്. ഗ്രാഫിക്സ് വരുന്ന ഓപ്ഷൻ നമുക്ക് വരുന്നത് 1.27 വരും ഓൺ റോഡ്. ഇതിനെ റേസ് എഡീഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു റെഡ് കളറിലെ ഒരു മോഡലാണത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ സൂപ്പർ സോൾജിയറും 1.29 രൂപയാണ്, 1.28 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വിത്തൗട്ട് ആക്സറീസ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് ഒരു മോഡൽ തന്നെയാണ് ഈ റേസ് എഡീഷനും അതുപോലെ സൂപ്പർ സോൾജിയറും. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് എഡീഷനായിട്ട് പുതുതായിട്ട് XPയിൽ വന്നിട്ടുണ്ട്, റേസ് XPയിൽ ബ്ലാക്ക് എഡീഷൻ. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,29,000 ഓൺ റോഡ്. ബ്ലാക്ക് അലോയ്സ് ഒക്കെ, ബ്ലാക്ക് ബോഡി വിത്ത് റെഡ് അലോയ്സ് ആണ് ഇതിന് വരുന്നത്. ഒരു സ്പോർട്ടിയർ ലുക്ക് വരുന്നുണ്ട്. അതുപോലെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം റെഡ് സ്റ്റിച്ചസ്, സീറ്റ്സിൽ റെഡ് സ്റ്റിച്ചും അതുപോലെ തന്നെ റെഡ് ഗ്രാഫിക്സും. എൻടോർക്കിൻ്റെ ബാഡ്ജിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് വണ്ടിയുടെ. സാധാ മറ്റേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെയായിരിക്കും, മറ്റേതിൽ നോക്കുകയാണെങ്കിൽ റേസ് എഡീഷനിൽ ഇങ്ങനെ നോർമലായിട്ടുള്ള സാധനം. ഇതിന് മാത്രം നമുക്കൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും സെയിം തന്നെ. നമുക്ക് ആക്സറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള XTയിലേക്ക് പോകാം. XTയിലേക്ക് വരുമ്പോൾ 1,38,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഇതിന് വരുന്നത്. XTയിൽ നമ്മൾ മുമ്പ് നമ്മൾ കണ്ടിരുന്ന ജൂപ്പിറ്റർ 125, 125-നകത്ത് വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിന് വരുന്നത്. നമുക്ക് സെസ്റ്റിലെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് പോകാം. സെസ്റ്റ് എന്ന് പറയുന്നത് വണ്ടി നമുക്ക് വാങ്ങിക്കാവുന്ന, ലേഡീസിനൊക്കെ വാങ്ങിക്കാവുന്ന ഒരു പറ്റിയ വണ്ടി തന്നെയാണ് സെസ്റ്റ്. 1,07,000 രൂപയ്ക്ക് നമുക്ക് സെസ്റ്റ് വാങ്ങിക്കാൻ പറ്റും. ലേഡീസിനൊക്കെ പറ്റിയൊരു മോഡലാണ്, സിംഗിൾ വേരിയൻ്റ് തന്നെ വണ്ടിക്ക്. പിന്നെ നമുക്ക് TVS iQബിലേക്ക് പോകാം. TVS iQube ആക്ച്വലി നമുക്ക് 3 വേരിയൻസ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡലായിട്ട് വരുന്നത് ഇതാണ് ബേസ് മോഡൽ. ഈ മോഡൽ, ബേസ് മോഡൽ നമുക്ക് 75 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ്. നമുക്ക് 1,20,000 രൂപയ്ക്ക് ഈ വണ്ടി ഓൺ റോഡ് ഇറക്കാം, ബേസ് മോഡൽ. ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലിയുടെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ് TVS iQബിൻ്റെ. സോ ഇനി അടുത്ത് നമുക്ക് നോക്കാവുന്നത് ഈ മോഡലാണ്. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് UG എന്നാണ് ഇതിൻ്റെ പേര്. UG 115 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടിക്ക് മൈലേജ് കിട്ടും. മൈലേജല്ല, റേഞ്ച് കിട്ടും. 1,41,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് തന്നെ നമുക്ക് S എന്ന് പറഞ്ഞൊരു അടുത്ത ഓപ്ഷൻ വരുന്നുണ്ട്. S ഇവിടെ ബാഡ്ജിങ് കാണാം, S. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ ഇതിന് സോഫ്റ്റ്വെയർ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ നമുക്ക് ഒരു ഇച്ചിരിയും കൂടെ ലാർജർ ആയിട്ടുള്ള ഡിസ്പ്ലേയും അതുപോലെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതൊന്ന് ഓണാക്കി കാണിക്കാം. TVS iQബിൻ്റെ ഒരു ബാഡ്ജിങ് അതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. DRL എല്ലാം കൂടെ ഒരു U ഷേപ്പിലുള്ള DRL വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഓണത്തിനൊക്കെ നല്ല രീതിയിലുള്ള സെയിൽ നടക്കുന്നൊരു വണ്ടി തന്നെയാണ്. സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അവർ കാണിക്കും. സോ ഈ വണ്ടിക്ക് ഗൈസ് നമുക്ക് റേറ്റ് വരുന്നത് 1,56,000 ആണ്. 1,56,000. ഇനി നമുക്ക് ടോപ്പ് വേരിയൻറ്റ് STയിലേക്ക് പോകാം. ടോപ്പ് വേരിയൻറ്റ് STയിലെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ STയുടെ ബാഡ്ജിങ് കാണാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി 1,85,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇത് നമുക്ക് 175 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്. വണ്ടി നമ്മൾ ഓണാക്കിയപ്പം ടച്ച് സ്ക്രീൻ ഈ മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ബാക്കിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്കിലും അതുപോലെ തന്നെ LED സ്റ്റെപ്സ് കാണുന്നുണ്ട്. ജോയിസ്റ്റിക്ക് ഇവിടെ എക്സ്ട്രാ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി ഇറങ്ങി പോകുന്നുണ്ട് TVS iQube. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഇപ്പോൾ 2 ഡെലിവറി ഇപ്പോൾ രാവിലെ കഴിഞ്ഞു. 125cc നമുക്ക് തരംഗ സൃഷ്ടിച്ചൊരു വണ്ടിയാണ് ജൂപ്പിറ്റർ 125 അല്ലേ. ഈ വണ്ടിക്ക് ഇപ്പം കുറേ തരത്തിലുള്ള വേരിയൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ന്യൂലി ലോഞ്ച് ചെയ്ത കളറാണ് നമ്മളിവിടെ കാണുന്നത്, എലൈറ്റ് ഗ്രീൻ. അതുപോലെ തന്നെ ഇതിപ്പം അതിൻ്റെ ഓരോ വേരിയൻസ് വ്യത്യാസം വരുന്നുണ്ട്. ഇതവിടെ ബേസ് മോഡലാണ് ഈ വണ്ടി വരുന്നത്. അത് സാധാ ഡ്രം ബ്രേക്സും അതുപോലെ അലോയ്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ ക്രോമിയം കുറവുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അതേ മോഡലാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുമ്പം 1,16,000 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ബേസ് മോഡൽ. തൊട്ടടുത്ത വേരിയൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഈ 2 മോഡലാണ്.
ഈ ബ്ലൂവും ബ്ലാക്കും വരുന്നത്. ബ്ലാക്ക് അത് വളരെ അട്രാക്റ്റീവായിട്ടൊരു ബ്ലാക്കിന് ഈ ഒരു വേരിയൻ്റ് എനിക്ക് തോന്നുന്നു. കാരണം ഈ കളർ തന്നെയാണ് ഇതിൻ്റെ ഗ്ലിറ്ററിങ് ഒരു ഫീലിംഗ് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ കാണാം. അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാ സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇങ്ങനെയാണ് ഡിസ്പ്ലേ സെമി ഡിജിറ്റൽ രീതിയിൽ വന്നിരിക്കുന്നത്. സോ ഇത് നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ കളേഴ്സ് നമുക്കൊരു ബ്രൗൺ കളറിലുള്ള സീറ്റ് കളർ നമുക്ക് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ കളർ തമ്മിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം, ന്യൂലി ലോഞ്ച് കളറാണെങ്കിൽ ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്. സോ ഇനി നമ്മൾ തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ്. ഈ വേരിയൻ്റ് ആണ് അത്യാവശ്യം എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. സോ അടുത്തതായിട്ട് നമുക്ക് ഡുവൽ ടോൺ കളറായിട്ടുള്ള ഈ വേരിയൻ്റാണ് വരുന്നത്. ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഒന്ന് ഇഗ്നീഷൻ ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ RPM മീറ്റേഴ്സും അതുപോലെ ബാറ്ററി വോൾട്ടേജും ട്രിപ്പ് മീറ്റേഴ്സും ഇതെല്ലാം നമുക്ക് ഡിജിറ്റലി കിട്ടുന്നുണ്ട്. അതിൽ സെമി ഡിജിറ്റലായിട്ടായിരുന്നു വന്നത്. ഇത് നമുക്കതെല്ലാം ഡിജിറ്റലി തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഇൻഫർമേഷൻ എല്ലാം ബ്ലൂടൂത്ത് കണക്ഷൻ ഇതിൽ നമുക്ക് കിട്ടും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. സ്മാർട്ടസ്റ്റ് കണക്ട് എന്നാണ് കമ്പനി ഈ വേരിയൻറ്റിനെ വിളിക്കുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് ഡിസ്പ്ലേയും അതിനോടൊപ്പം തന്നെ സീറ്റിൻ്റെ നമുക്ക് പില്ലിയൻ സീറ്റ് ബാക്ക് റെസ്റ്റ് നമുക്ക് വരുന്നുണ്ട് സീറ്റിൻ്റെ ഉള്ളിൽ. അതുപോലെ നമുക്ക് കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്. നമുക്ക് ഫുൾ ഓപ്ഷനിൽ കിക്ക് സ്റ്റാർട്ട് വരുന്നില്ല, ഇതിൽ കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തതാണ് കിടക്കുന്നത്. ഈ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷനും ഇത് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ്. ഇത് ഫുൾ ഓപ്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് എൻടോർക്ക് XTയിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. എൻടോർക്ക് XTയിൽ വരുന്ന ഡിസ്പ്ലേ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സും അതുപോലെ 10x10 നാവിഗേഷൻ, ഓൾ അലേർട്സ്, എല്ലാ കാര്യങ്ങളും, ബാറ്ററി വോൾട്ടേജ്, ഫ്യൂവൽ, ആവറേജ് എക്കണോമി, ഡ്രൈവിംഗ് റേഞ്ച്, ടൈം, ഡേറ്റ്, പിന്നെ എത്ര നേരം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. ഇപ്പറേ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ, അതുപോലെ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂവൽ ഇൻഡിക്കേഷൻ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂവൽ എഫിഷ്യൻസി വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ തന്നെയുള്ള ഗ്രാഫിക്സ് ആണ്. പിന്നെ ഹസാർഡ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഹസാർഡ് സ്വിച്ച് ഓൺ ആക്കിയിരിക്കുകയാണ്. ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് വണ്ടിയുടെ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ വേരിയൻ്റ് ആണ്. നമ്മുടെ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള ഈ വേരിയൻ്റ് ആണ് എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത്. പുതിയ കളർ ഓപ്ഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ റേറ്റ് 1,30,000 രൂപയാണ്. ഫുൾ ഓപ്ഷൻ 1,30,000 രൂപ ഫുൾ ഓപ്ഷന് വരുന്നുണ്ട് ഓൺ റോഡ് വിത്തൗട്ട് ആക്സറീസ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ വേരിയൻറ്റ് നമുക്ക് 1,23,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 1,23,000. ബേസ് മോഡലിന് 1,16,000. ഈ മോഡലിന് 1,23,000. അങ്ങനെയാണ് വരുന്നത്. ഇതും തമ്മിൽ ഇപ്പം പുതിയ അപ്ഡേഷനിൽ പ്രൈസിൽ ചെറിയൊരു ഹൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വേരിയൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ഓഫറും കാര്യങ്ങളും ഈ വേരിയൻറ്റിന് വരുന്നുണ്ട്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യുക വണ്ടി. അതുപോലെ കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇനി അടുത്ത വീഡിയോ ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ.